സമൂഹത്തിൽ നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായി ഇന്ന് കണക്കാക്കപ്പെടുന്നത് ധനമാണ്. ഏത് കുറുക്കു വഴിയിലൂടെയും പണമുണ്ടാക്കുവാൻ മനുഷ്യൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അംഗീകാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി പണം മാറിയപ്പോൾ മൂല്യങ്ങളെ ബലി കഴിച്ച് പണസമ്പാദനത്തിന് ഊന്നൽ നൽകി. ഇതിൻ്റെ കൂടെ മദ്യവും മയക്കുമരുന്നും സ്ഥാനം നേടി. ഇവയൊക്കെ സാധാരണക്കാരെ മാത്രമല്ല, മതനേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉദ്യോഗവൃന്ദത്തെയും സ്വാധീനിച്ചിരിക്കുന്നു. ഇന്ന് എവിടെയും ശമ്പളത്തോടൊപ്പം കിമ്പളവും വാങ്ങാനുള്ള അത്യാഗ്രഹം വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ വേദപുസ്തക സത്യങ്ങളെ ഓരോ ഹൃദയങ്ങളിലും പകർന്നു കൊടുക്കുവാൻ വിശ്വാസികളായി നാം വളരെയധികം പരിശ്രമിക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും ഹേതുവാണെന്ന് വേദപുസ്തകം പറയുന്നു. 1 തീമോഥെയോസ് 6:10 മദ്യപാനം, മ്ലേച്ഛത, വെറിക്കൂത്ത് എന്നിവയെ ക്രിസ്തീയ മാർഗം അംഗീകരിക്കുന്നില്ല. അധർമ്മങ്ങളെ തിരിച്ചറിയുവാനും അവയെ വെല്ലുവിളിക്കുവാനും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ശുദ്ധീകരണം സാധ്യമാകൂ. ഉദാത്തമായ ജീവിത ദർശനം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. കുത്തഴിഞ്ഞ ജീവിതവും ലൈംഗിക അരാജകത്വവും മയക്കുമരുന്ന് ലഹരിയും കൊലപാതക പ്രവണതയുമെല്ലാം പണത്തിനു വേണ്ടിയും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും നൈമിഷിക അസുഖങ്ങൾക്ക് വേണ്ടിയും ഉള്ളതാണ്. അവ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളും മൂല്യച്യുതിയും സൃഷ്ടിക്കുന്നു. അരക്കാശിന് വകയില്ലാതെ നടന്നവൻ എങ്ങനെയോ കുറേ പണം കയ്യിൽ വന്നപ്പോൾ അഹങ്കാരിയായി മാറി. പട്ടിണിയും പരവട്ടവുമായി ദൈവത്തോട് നിലവിളിച്ച് നടന്നവൻ ദൈവം കരുണ കാട്ടി അനുഗ്രഹിച്ചപ്പോൾ ഞാനെന്ന പാപത്തിന് ഉടമയായി ദൈവത്തെ മറന്നു. സുഹൃത്തെ, ഇതൊക്കെ തിരികെ എടുക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മാത്രം മതി എന്ന് ഓർക്കുക. സാമൂഹിക തിന്മകളെ തിരസ്കരിക്കുവാൻ ഓരോരുത്തരും മനസ്സ് വയ്ക്കണം. പണമല്ല ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നും കുറുക്കു വഴികൾ ജീവിതത്തെ നശിപ്പിക്കുമെന്നും ജീവിത ലക്ഷ്യത്തെ സാരമായി ബാധിക്കുമെന്നും തെറ്റായ ദിശയിൽ നീങ്ങുന്നവരെ അറിയിക്കുവാനും പിന്തിരിപ്പിക്കുവാനും സമൂഹത്തിനും സഭയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവാഭിമുഖ്യവും ജീവിതമൂല്യമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാൻ മാതാപിതാക്കളും സഭാ നേതാക്കളും അധ്യാപകരും യത്നിക്കണം. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ക്രിസ്തീയ സമൂഹത്തിനും ശക്തമായി വേരൂന്നണം. ക്രിസ്തീയ സമൂഹത്തിലെ അംഗങ്ങളും ദുഷ്പ്രവണതകളിൽ അംഗങ്ങളാവുന്നുവെന്ന സുഖസത്യം നാം വിസ്മരിക്കരുത്. ക്രൈസ്തവ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം മദ്യമയക്കുമരുന്നുകൾക്ക് അടിമയാണ് സത്യം ദുഃഖത്തോടെ മാത്രമേ ഓർക്കുവാൻ കഴിയൂ. മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായത് കണ്ട് വിലപിക്കുന്ന പല മാതാപിതാക്കളെയും ഈ ദിവസങ്ങളിൽ കാണേണ്ടി വരുന്നു. അതുകൊണ്ട് രൂപാന്തരത്തിൻ്റെ ശുശ്രൂഷ സഭയെ തന്നെ ആരംഭിക്കണം. ധാർമ്മികത നഷ്ടപ്പെട്ട് സമൂഹം അരിഷ്ടാവസ്ഥയിലേക്കും അരാജകത്തിലേക്കും നീങ്ങുമ്പോൾ ക്രിസ്തീയ സഭ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന കുടുംബ സദസ്സുകളും ഇന്ന് ഏറി വരികയാണ്. ക്രിസ്തീയ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയാൽ ദൈവത്തിന് ശിക്ഷാവിധി വരുമെന്ന കാര്യം ആരും മറക്കാതിരിക്കുക.